ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ 5 ഇയർ പ്ലാൻസും അതുപോലെ തന്നെ ആസൂത്രണ കമ്മീഷൻ, നീതി ആയോഗ് എന്നിവയെ പറ്റിയിട്ട് റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് അതിൽ ഓർത്തിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ ഒരു ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ നമ്മൾ ക്രമമായിട്ടും ഓർഡറായിട്ടും അതിനെങ്ങനെ വിനിയോഗിക്കുന്നു, ആ വിനിയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. എന്താണ്? നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ, നമുക്കറിയാലോ ഭൂമിയിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്, എന്നാൽ ആ വിഭവങ്ങളെയൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ വിനിയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് നല്ലൊരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ GDP ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യണത്? ആസൂത്രണം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻസ് കൊണ്ടുവന്നത്. ബ്രിട്ടീഷുകാർ ഇട്ടുപോയിട്ടുള്ള നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കണ്ടീഷനായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ കരകയറാൻ വേണ്ടിയിട്ട് പണ്ട് മുതൽക്കേ, അതായത് 1944 മുതൽക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ പ്രോഗ്രാം ആസൂത്രണങ്ങൾ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇന്ത്യയെ ഏറ്റവും മുൻനിരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, വ്യാവസായികപരമായിട്ടും സമ്പദ് വ്യവസ്ഥപരമായിട്ടും റിച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? സാമ്പത്തിക ആസൂത്രണവും അതുപോലെ തന്നെ ആസൂത്രണ പദ്ധതികളും കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ദേശീയ വിഭവങ്ങളുടെ അനുക്രമവും ബോധപൂർവവുമായ ഉപയോഗവും സാധ്യമാക്കുന്ന പ്രക്രിയയാണ് ആസൂത്രണം. അതുപോലെ തന്നെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണോ? അല്ല. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യാണ്. ആരാണ്? M വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. 1934 അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. 1934 അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഈ M വിശ്വേശ്വരയ്യ എന്നവരെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള സെപ്റ്റംബർ 15-നാണ്. എന്താണ്? സെപ്റ്റംബർ 15-നാണ് എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ആരുടെ ജന്മദിനമാണ്? M വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് M വിശ്വേശ്വരയ്യ. എഞ്ചിനീയേഴ്സ് ദിനമായി നമ്മൾ ആചരിക്കാൻ കാരണം ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. എന്താണ്? പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പുസ്തകം. ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക, വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെ സ്ഥിതി ചെയ്യുന്നു? നാഗ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരിലാണ്. ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക, ആധുനിക മൈസൂർ നഗരത്തിന്റെ പിതാവ് ആരാണ്? ആധുനിക മൈസൂർ നഗരത്തിന്റെ പിതാവ് ആരാണ്? മൈസൂർ നഗരത്തിന്റെ പിതാവ് ആരാണ്? അതും വിശ്വേശ്വരയ്യ തന്നെയാണ്. വിശ്വേശ്വരയ്യ തന്നെയാണ് ആധുനിക മൈസൂർ നഗരത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948-ലാണ്. അത് ശരിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ആദ്യമായിട്ട് വ്യാവസായിക നയം വന്നിട്ടുള്ളത് 1948-ലാണ്. എന്തിനാണ് ശരിക്കും വ്യാവസായിക നയം വന്നത്? ഞാൻ പറഞ്ഞല്ലോ, ബ്രിട്ടീഷുകാർ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മളെ ഇന്ത്യയുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. അപ്പോൾ വ്യാവസായികപരമായിട്ട് മുന്നോട്ട് വന്നാൽ മാത്രമാണ് ഇന്ത്യക്ക് ഒരു പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പോൾ കാർഷികപരമായിട്ട് നമുക്ക് ഓൾറെഡി കൃഷി ഉണ്ടായിരുന്നു, പക്ഷെ കൃഷിയൊക്കെ ഏകദേശം നശിച്ചു തുടങ്ങി ഇല്ലേ? അവർ പോയപ്പോൾ തന്നെ അവരുടെ രീതിയിലായിട്ടുള്ള കൃഷികളാണ് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ കൃഷി ഏകദേശം നശിച്ചു തുടങ്ങി. കൃഷി കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വ്യാവസായികപരമായി ടെക്നോളജി പരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ് വ്യാവസായിക നയങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ആദ്യത്തെ വ്യാവസായിക നയം 1948 തന്നെയാണ് വന്നത്. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണെന്നറിയോ? തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണോ? അല്ല. പിതാവ് ആരാണ്? വിശ്വേശ്വരയ്യാണ് നമ്മളിപ്പോൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാണ്? അത് PC മഹലനോബിസ് ആണ്. PC മഹലനോബിസ് ആണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി. ഇനി ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 ഓഗസ്റ്റ് 15-നാണോ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? അല്ല. എന്നാ വന്നത്? മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. എന്തിനാണ് ആസൂത്രണ കമ്മീഷൻ? നമ്മുടെ നാട്ടിൽ 5 ഇയർ പ്ലാൻസ് ഒക്കെ നടത്താൻ വേണ്ടി, അത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. എന്താ 5 ഇയർ പ്ലാൻസ്? ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മൾ ഏതൊക്കെ
ഏതൊക്കെ രീതിയിൽ പ്ലാൻ ചെയ്യണം, ഇന്ത്യയെ മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് പ്ലാൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് രൂപീകരിക്കപ്പെട്ടത് 1950 മാർച്ച് 15 മക്കളെ, ഓഗസ്റ്റ് 15 ഇനി എം എൻ റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. എം എൻ റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ആണോ? എം എൻ റോയ് ആണോ ജനകീയ പദ്ധതി കൊണ്ടുവന്നത്? അതെ, എം എൻ റോയ് ആണ് ജനകീയ പദ്ധതികൾ കൊണ്ടുവന്നത്. നമ്മളൊരു കാര്യം ചോദിക്കുക, പ്രധാനപ്പെട്ട ആസൂത്രണ പദ്ധതികളുണ്ട്. അതിൽ ഒന്നാണ് ബോംബെ പ്ലാൻ. 2 ഗാന്ധിയൻ പ്ലാൻ. പിന്നെ 3 എന്ത്? പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി. അടുത്തത് 4 സർവോദയ പ്ലാൻ. അപ്പോൾ നമുക്ക് ഓരോ പ്ലാനുകളായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് ബോംബെ പ്ലാൻ ആണ്. നിലവിൽ വന്നത് 1944 1944 ബോംബെ പ്ലാൻ നിലവിൽ വന്നത്. ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് അർദ്ദേശ്വർ ദലാലാണ്. ആരാണ്? അർദ്ദേശ്വർ ദലാലാണ് ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത്. ഇതിലൊരു മലയാളി അംഗമായിരുന്നു. 8 വ്യവസായികൾ ചേർന്നിട്ടാണ് ഈ ബോംബെ പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലൊരു മലയാളി അംഗമായിരുന്നു. ആരായിരുന്നു? അറിയാലോ, ജോൺ മത്തായി ആയിരുന്നു അതിനകത്തുള്ള മലയാളി ആയിട്ടുള്ള അംഗം. ഓക്കെ, ഇനി ഇതിന്റെ ശരിയായിട്ടുള്ള പേര് അല്ലെങ്കിൽ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് എ ബ്രീഫ് മെമ്മോറണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ. എ ബ്രീഫ് മെമ്മോറണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ നാമം. ഓക്കെ, ഇനി 1944 ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ് രൂപീകരിച്ച പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യക്ഷനാണ് അർദ്ദേശ്വർ ദലാൽ. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതി. ഇനി 1945 പീപ്പിൾസ് പ്ലാൻ എന്ന ആശയം നിലവിൽ വന്നത്. 1945 പീപ്പിൾസ് പ്ലാൻ എന്ന ആശയം നിലവിൽ വന്നത്. അത് മുന്നോട്ട് വെച്ച ആളാരാണ്? എം എൻ റോയ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പീപ്പിൾസ് പ്ലാൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? എം എൻ റോയ് ആണ്. ഇനി വന്നതാണ് ഗാന്ധിയൻ പ്ലാൻ. അത് 1944-45 കാലഘട്ടത്തിലാണ് ഗാന്ധിയൻ പ്ലാൻ വന്നിട്ടുള്ളത്. ഗാന്ധിയൻ പ്ലാനിന് രൂപം നൽകിയത് നാരായൺ അഗർവാൾ ആണ്, അല്ലെങ്കിൽ SN അഗർവാൾ ആണ് ഗാന്ധിയൻ പ്ലാനിന് രൂപം കൊടുത്തിട്ടുള്ളത്. SN അഗർവാൾ ആണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. ഗാന്ധിയൻ പ്ലാനിന് ആമുഖം എഴുതിയത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയൻ പ്ലാനിന് ആമുഖം എഴുതിയത് മഹാത്മാഗാന്ധി തന്നെയാണ്. ഓക്കെ, ഗാന്ധിയൻ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഓക്കെ, 1944 സാമ്പത്തിക വികേന്ദ്രീകരണവും കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനത്തിലൂടെയുള്ള ഗ്രാമവികസനവും ലക്ഷ്യം വെച്ച പ്ലാനാണെന്ത്? ഗാന്ധിയൻ പ്ലാൻ. എന്തൊക്കെയാ? സാമ്പത്തിക വികേന്ദ്രീകരണം അവർ ഉന്നം വെച്ചിരുന്നു, കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ചു, അതുവഴി ഗ്രാമവികസനമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവർ ലക്ഷ്യം വെച്ചത്. ഈ ഗാന്ധിജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ആ ഗ്രാമത്തിന്റെ വികസനത്തിനാണ് അദ്ദേഹം മുൻതൂക്കം കൊടുക്കുക. ഇനി എക്കണോമി ഓഫ് പെർമനൻസ് എന്ന പുസ്തകം രചിച്ചത് JC കുമരപ്പയാണ്. ആരാണ്? എക്കണോമി ഓഫ് പെർമനൻസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? JC കുമരപ്പ. ഈ JC കുമരപ്പയും ഗാന്ധിയൻ പ്ലാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ വക്താവാണ് JC കുമരപ്പ. ഓക്കെ, ഗാന്ധിയൻ പ്ലാൻ കൊണ്ടുവന്നത് SN അഗർവാൾ ആണെങ്കിൽ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ കൊണ്ടുവന്നത് ആരാണ്? JC കുമരപ്പയാണ്. മറക്കല്ലേ, ഗാന്ധിയൻ ആശയം അല്ലെങ്കിൽ ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് SN അഗർവാൾ ആണ്, എന്നാൽ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ വക്താവാണ് JC കുമരപ്പയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി നമുക്ക് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 അത് ശരിയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ്. അത് തെറ്റാണ്. ആസൂത്രണത്തിന്റെ പിതാവ് വിശ്വേശ്വരയ്യയാണ്. ആസൂത്രണ കമ്മീഷൻ 1950 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു. തെറ്റ്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. അത് ശരിയായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ളത്. നമ്മളൊരു പ്ലാൻ കൂടി പറയാനുണ്ട്. ഏതാണ്? സർവോദയ പ്ലാൻ. ആരാണ് സർവോദയ പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ളത്? സർവോദയ പ്ലാൻ അല്ലെങ്കിൽ സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണനാണ്. 1950-കളിലാണ് സർവോദയ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. ഈ ഗാന്ധിയൻ പ്ലാനിൽ നിന്നും വിനോബ ഭാവെയുടെ ചില ആശയങ്ങളിൽ നിന്നുമാണ് എന്തുണ്ടായിട്ടുള്ളത്? ഈ സർവോദയ പ്ലാൻ ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ എന്നതിന് വേറൊരു പേരും കൂടി അറിയപ്പെടുന്നുണ്ട്. ഏതാണെന്നറിയോ? റാഡിക്കൽ പ്ലാൻ എന്നും അറിയപ്പെടും. എന്താണ്? റാഡിക്കൽ പ്ലാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. എന്ത്? പീപ്പിൾസ് പ്ലാൻ റാഡിക്കൽ പ്ലാൻ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അത് മറക്കല്ലേ. പീപ്പിൾസ് പ്ലാൻ ആണ് റാഡിക്കൽ പ്ലാൻ എന്ന് അറിയപ്പെടുന്നത്.
പീപ്പിൾസ് പ്ലാൻ പ്രധാനമായിട്ടും ഊന്നൽ നൽകിയത് കൃഷിക്കാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു പീപ്പിൾസ് പ്ലാൻ നൽകിയിട്ടുള്ളത്? കൃഷിക്കാണ്. ഗാന്ധിയൻ പ്ലാൻ എന്തിനായിരുന്നു? നമ്മുടെ ഗ്രാമവികസനത്തിനും അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയുടെ വികേന്ദ്രീകരണത്തിനൊക്കെ ആയിരുന്നെങ്കിൽ പീപ്പിൾസ് പ്ലാൻ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് കൃഷിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിൽ ജനകീയ ആസൂത്രണം ആരംഭിച്ച മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിൽ ജനകീയ ആസൂത്രണം പീപ്പിൾസ് പ്ലാൻ ആരംഭിച്ച മുഖ്യമന്ത്രി ആരാണ്? EK നായനാരാണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. ഓക്കെ, ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. ഇങ്ങനെ വർഷമായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? വർഷമായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവർക്കും അറിയാം. പഞ്ചവത്സര പദ്ധതി കാലയളവ് എത്രയായിരുന്നു? 51 മുതൽ 1956 വരെയാണ് ഈ പദ്ധതിയുടെ കാലവർഷം, അല്ലെങ്കിൽ കാർഷിക പദ്ധതിയായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഒരു കാലയളവ് 1951 മുതൽ 56 വരെയാണ് കാർഷിക പദ്ധതി എന്ന് അറിയപ്പെടുന്നു. ഈ മോഡലിനെ പറയുന്നത് ഹെറോൾഡ് ഡോമർ മോഡൽ എന്നാണ്. ഹെറോൾഡ് ഡോമർ മോഡൽ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പദ്ധതിയെ അറിയപ്പെടുന്നത്. എന്താണ്? HD, ഹെറോൾഡ് ഡോമർ മോഡൽ, അല്ലെങ്കിൽ ഹെറോൾഡ് ഡോമർ മോഡൽ അല്ലെങ്കിൽ മാതൃക എന്നറിയപ്പെടുന്നു. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം അല്ലെങ്കിൽ കാർഷിക പദ്ധതി, ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരും. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം അല്ലെങ്കിൽ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. ഇനി ഇതിന്റെ ഉപലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കൃഷിയുണ്ട്, അതുവഴി ഗ്രാമവികസനമുണ്ട്, വ്യവസായ മേഖലയുടെ ഉന്നമനമുണ്ട്, ജലസേചനമുണ്ട്, ഊർജോൽപാദനം, ഗതാഗതം, വാർത്താവിനിമയം, സാമൂഹിക സേവനം, പുനരധിവാസം. ഇതൊക്കെ എന്തിന്റെ ഉപലക്ഷ്യങ്ങളാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളാണ്. ഇനി പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? ഡോക്ടർ KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം എഴുതിയത് KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ഡോക്ടർ KN രാജാണ്. ഓക്കെ, ഇനി നമ്മൾ ലക്ഷ്യം വെച്ചത് 2.1% വളർച്ചയായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയത് എത്രയാണ്? 3.6% വളർച്ച നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3.6% വളർച്ച നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, CDP. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ബൽവന്ത് റായ് മേത്തയുടെ നേതൃത്വത്തിൽ സാമൂഹിക വികസന പദ്ധതികൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചു. എന്ന് 1952 ഒക്ടോബർ 2. 1952 ഒക്ടോബർ 2 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത്. ഏതിലാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 1952 ഒക്ടോബർ 2 വന്നു. അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് രൂപം കൊണ്ടത്. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തിൽ ദേശീയ വികസന സമിതി, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ദേശീയ വികസന സമിതി, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, അതും എന്ത് ചെയ്തിട്ടുണ്ട്? രൂപീകരിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ലോകത്ത് ആദ്യമായി കുടുംബാസൂത്രണ പദ്ധതി നടപ്പിലാക്കിയത് ഇന്ത്യയിൽ 1952 ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ്. കുടുംബാസൂത്രണം നമ്മൾ നടപ്പിലാക്കി. എന്ത്? കുടുംബാസൂത്രണം നമ്മൾ ഏത് കാലഘട്ടത്തിൽ നടപ്പിലാക്കി? 1952. 51 പഞ്ചവത്സര പദ്ധതി തുടങ്ങി, 52 നമ്മൾ എന്ത് ചെയ്തു? കുടുംബാസൂത്രണ പദ്ധതി നടപ്പിലാക്കി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് CDP NDC കുടുംബാസൂത്രണം. CDP NDC കുടുംബാസൂത്രണം മറക്കല്ലേ. CDP NDC കുടുംബാസൂത്രണം 1952 ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബാസൂത്രണ പദ്ധതി നടപ്പിലാക്കിയത്. ആരാ നേതൃത്വം നൽകിയത്? RD കാർവേ. കാർവേ ആണ് എന്ത്? കുടുംബാസൂത്രണ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത്. RD കാർവേ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും? ഓർത്തു വെക്കണം കേട്ടോ. ചോദ്യം ശ്രദ്ധിക്കുക. വിച്ച് 5-year plan adopted the Mahalanobis model for the investment pattern in India? Which 5-year plan adopted the Mahalanobis model for the investment pattern in India? ഏത് പദ്ധതിയാണ് മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത്? സെക്കൻഡ് 5-year പ്ലാൻ. കാലഘട്ടം പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. 1956 മുതൽ 1961 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം. 1961 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം. സെക്കൻഡ് 5-year പ്ലാൻ ഏത് മോഡൽ എന്നറിയപ്പെടുന്നു? മഹലനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നു. ഇതിന്റെ ലക്ഷ്യം എന്താണ്? വ്യാവസായിക വികസനം, ഖനന വ്യവസായം, വ്യാവസായിക വികസനം,
വികസനം അല്ലെങ്കിൽ ഖനന വ്യവസായങ്ങളൊക്കെ ഏതിലാണ് പെടുന്നത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ് പെടുന്നത്. ഇനി ഇതിന്റെ ഉപലക്ഷ്യങ്ങൾ എന്താ? നമ്മൾ ചെയ്യുന്നത് വ്യാവസായികവൽക്കരിക്കുകയാണ്, അല്ലെങ്കിൽ വ്യവസായത്തിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തൊഴിലില്ലായ്മ കുറയും. കാരണം വ്യവസായം മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കേണ്ടി വരും അല്ലേ? തൊഴിലില്ലായ്മ കുറയും. അതുവഴി ഒരുപാട് പേര് തൊഴിലെടുക്കാൻ വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം? വേതനം നൽകേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ദേശീയ വരുമാനം ഉയർത്തും. ഓരോ കുടുംബത്തിലും ഓരോരുത്തർ വേതനം പറ്റുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ദേശീയ വരുമാനം ഉയരും. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് സമൂഹം വാർത്തെടുക്കുക. സോഷ്യലിസ്റ്റ് സമൂഹം വാർത്തെടുക്കുക എന്ന ആശയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമായിട്ട് എടുത്ത് ചോദിച്ചാൽ നമുക്ക് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണെന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ സോഷ്യലിസ്റ്റ് ആശയം നമ്മൾ കൊണ്ടുവന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയത്തിലേക്ക് കൂടുതൽ ഊന്നൽ നൽകിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ദുർഗാപൂർ ആയിക്കോട്ടെ, ഭിലായ്, റൂർക്കേല എന്നീ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ നമ്മൾ നിർമ്മിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ്. ദുർഗാപൂർ ഉണ്ട്, ഭിലായ് ഉണ്ട്, റൂർക്കേല. ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല. ഇത് രണ്ടും സിമിലർ ആണെന്ന് ഓർത്ത് വെക്കണേ. ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല എന്നീ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി മാതൃകയാക്കിയത് മഹൽനോബിസ് മാതൃകയാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന ആശയം, മിശ്ര സമ്പദ് വ്യവസ്ഥ നമുക്ക് ഫെമിലിയർ അല്ലാത്ത രണ്ട് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഒന്ന് മിശ്ര സമ്പദ് വ്യവസ്ഥയും, ഒന്ന് സോഷ്യലിസ്റ്റ് തത്വത്തിന് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമൂഹം വാർത്തെടുക്കാനുള്ള പ്ലാനും കൊണ്ടുവന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ റെയർ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ വാർത്തെടുക്കാൻ ശ്രമിച്ചു, അതുപോലെ തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥയെ കൂട്ടുപിടിച്ചു. ഇനി നമ്മൾ ലക്ഷ്യം വെച്ചത് 4.5%, പക്ഷെ വളർച്ച കിട്ടിയത് 4.27% നമുക്ക് എന്ത് ചെയ്തു? ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. 4.5 ആണ് നമ്മൾ ഉന്നം വെച്ചതെങ്കിലും നമുക്ക് ഗ്രോത്ത് എത്ര കിട്ടി? 4.27% ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബക്രാനങ്കൽ, ഹിരാക്കുഡ് പദ്ധതികളുടെ നിർമ്മാണം ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര കാലഘട്ടത്തിലാണെങ്കിലും പൂർത്തീകരിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തെയാണ്. കാരണം നമുക്കറിയാലോ, ഡാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത്ര പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, ഉണ്ടാക്കി വരില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് തന്നെ ബക്രാനങ്കൽ ആയിക്കോട്ടെ, ഹിരാക്കുഡ് ആയിക്കോട്ടെ, ദാമോദർ വാലി ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നാം പഞ്ചവത്സര പദ്ധതി 51 മുതൽ 56 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എൻഡ് ചെയ്തിട്ടുള്ളത്, അത് പൂർത്തിയാക്കിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇവിടെ ഒരു മൂന്നാം പഞ്ചവത്സര പദ്ധതി ഉണ്ട്. ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, മൂന്നാം പഞ്ചവത്സര പദ്ധതി. അതിന്റെ കാലയളവ് എത്രയാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചത് ഏത് കാലത്താണെന്നറിയോ? 61 രണ്ടാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചത്. അങ്ങനെയാണെങ്കിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി 5 വർഷം പ്ലാൻ ആയതുകൊണ്ട് തന്നെ 1961 മുതൽ 1966 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി നീണ്ടുപോയിട്ടുള്ളത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഭക്ഷ്യപരമായിട്ടും, അതായത് കാർഷിക ലഭ്യത, അതായത് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാനുള്ളത്, അന്നത്തിന്റെ സ്വയം പര്യാപ്തത, അതുപോലെ തന്നെ സമ്പദ്ഘടനയും വളരണം, അല്ലെങ്കിൽ സമ്പദ്ഘടനയും സ്വയം പര്യാപ്തമാവണം. ഇറക്കുമതികൾ കുറയ്ക്കണം. നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. ഇറക്കുമതികൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ പൈസ പുറത്തേക്ക് പോവുകയല്ലേ ചെയ്യാം. അപ്പോൾ അത് വരരുത്. എന്ത് ചെയ്യണം? നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഉയരണം, നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരണം എന്നുള്ള ലക്ഷ്യം ഏതിനായിരുന്നു? മൂന്നാം പഞ്ചവത്സര പദ്ധതി, തേർഡ് 5 ഇയർ പ്ലാനിലായിരുന്നു. ഓക്കെ, കൃഷിക്കും വ്യവസായത്തിനും തുല്യ പ്രാധാന്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും വേണ്ടി പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം ചെയ്യാൻ ഗോതമ്പ് ഉൽപാദനത്തിനും മുൻതൂക്കം നൽകി. എന്തിനാണ് നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുത്തത്? ഗോതമ്പ് ഉൽപാദനത്തിനാണ് കേട്ടോ. ഗോതമ്പ് ഉൽപാദനത്തിന് മുൻതൂക്കം നൽകി. ഇനി നമ്മൾ മാതൃകയായിട്ട് ഇതിനെ സ്വീകരിച്ചത് ജോൺ സാൻഡി ചക്രവർത്തി മാതൃകയാണ്. എന്താണ്? ജോൺ സാൻഡി ചക്രവർത്തി മാതൃക. ഒന്ന് എഴുതാം, ജോൺ സാൻഡി ചക്രവർത്തി മാതൃക. ജോൺ സാൻഡി ചക്രവർത്തി മാതൃകയാണ് നമ്മൾ മോഡലായിട്ട് സ്വീകരിച്ചത്. 5.6% വളർച്ച നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലക്ഷ്യം വെച്ചിരുന്നു. പക്ഷെ നമുക്ക് എത്ര നേടാൻ പറ്റുള്ളൂ? വളരെ കുറവ്, 2.84% മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് വളർച്ച നേടാൻ സാധിക്കുള്ളൂ. കാരണം എന്താ? ഈ തേർഡ് 5 ഇയർ പ്ലാനിലാണ് 2 യുദ്ധങ്ങൾ, ഒന്ന് 1962 യുദ്ധവും 1965 യുദ്ധവും. നമുക്കറിയാം 61 മുതൽ 66 വരെയാണ് തേർഡ് 5 ഇയർ പ്ലാൻ. 62 യുദ്ധമുണ്ടായി, 65 യുദ്ധമുണ്ടായി. ആരൊക്കെ തമ്മിലാണ്? 1962 ചൈന എന്ന് എഴുതുമ്പോൾ 2 ഒറ്റപ്പുള്ളി വരുന്നില്ലേ?
ഞാൻ മറക്കൂട്ടോ, ചൈനയാണോ അതുപോലെ തന്നെ പാകിസ്ഥാനാന്നുള്ളതൊക്കെ എനിക്ക് തിരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഓർത്ത് വെക്കുന്നത് 1962 മുന്നിൽ 2 ഒറ്റപ്പുള്ളികൾ ഉള്ളതുകൊണ്ട് ചൈനയുമായിട്ടാണ്. ഇന്ത്യയും ചൈനയും തമ്മിലൊരു യുദ്ധമുണ്ടായി. 1965 ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലാണ് യുദ്ധമുണ്ടായത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1965 യുദ്ധവും ഇന്ത്യയും ചൈനയും തമ്മിൽ 1962 യുദ്ധമുണ്ടായത് കാരണം നമ്മുടെ 3rd 5 year പ്ലാനിൽ നമുക്ക് വേണ്ടത്ര സമ്പദ് വ്യവസ്ഥാപരമായിട്ടും കാർഷികപരമായിട്ടും ഉയർച്ച കൈവരിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടെന്നറിയാലോ? യുദ്ധമല്ലേ, എന്തെല്ലാം കാര്യങ്ങളും നഷ്ടം സംഭവിക്കും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശ്രദ്ധിക്കാൻ നമുക്ക് എന്ത് ചെയ്തില്ല, പറ്റിയില്ല. ഇനി 3 പ്രധാനമന്ത്രിമാരുടെ കാലയളവിൽ പൂർത്തീകരിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് 3ാം പഞ്ചവത്സര പദ്ധതി. എന്താ പറഞ്ഞത്? 3 പ്രധാനമന്ത്രിമാരുടെ കാലയളവിൽ, 3 പ്രധാനമന്ത്രിമാരുടെ കാലയളവിൽ എന്ത് ചെയ്തു? 3ാം പഞ്ചവത്സര പദ്ധതി 3 പ്രധാനമന്ത്രിമാരുടെ കാലയളവിൽ പൂർത്തീകരിക്കപ്പെട്ടു. ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി. ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി. ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1965 വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ ഗുജറാത്തില് ആനന്ദിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് തുടങ്ങി. ഗുജറാത്തില് ആനന്ദ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു 3 വരുന്നില്ലേ? ആനന്ദ്. ഒന്ന് എഴുതി നോക്കിയേ. ഞാനിങ്ങനെ എഴുതി ആകെ വൃത്തിയെടുക്കുന്നുണ്ടല്ലേ. ഗുജറാത്തില് ആനന്ദ്. അപ്പൊ കണ്ടോ, ഈ ആന എന്ന് പറയുമ്പോൾ തന്നെ ഒരു 3 നമുക്ക് മനസ്സിൽ വരണം. ഓക്കെ, ഈ ആനന്ദില് എന്ത് തുടങ്ങി? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. ഈ ബോർഡ് കണ്ടോ? ഈ ബോർഡ് കാണുമ്പോഴും നമുക്ക് ആ 3 ഓർമ്മ വരണം. കണ്ടോ, ലാസ്റ്റ് ഒരു ബി വരുന്നില്ലേ? അപ്പോഴും നമുക്ക് ആ 3 ഓർമ്മ വരണം. ഏതാ വർഷം? 1965, കഴിയാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നേ. ഇത്രയൊക്കെ യുദ്ധം ഉണ്ടായിട്ടും ഇത്രയൊക്കെ സാമ്പത്തികപരമായി തകർന്നിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് ഭക്ഷ്യപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സ്വയം പര്യാപ്തത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും പവർഫുൾ ആയിരുന്നു അന്നത്തെ കാലത്തുള്ള ഭരിച്ചിരുന്നവരെന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മനസ്സിലാക്കാൻ. ഒന്നുകൊണ്ട് നമ്മളെ തളർത്താൻ പറ്റില്ലായിരുന്നു. ഓക്കെ, 1965 പഞ്ചവത്സര പദ്ധതി തീരുന്നതിന് മുൻപേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. അതൊരു നല്ല സൂചനയായിരുന്നു. ഹരിത വിപ്ലവത്തിലൂടെ മാത്രമേ നമുക്കിനി രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് അന്നത്തെ ആൾക്കാർക്ക് തോന്നിയിരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പഞ്ചായത്തുകൾ രൂപീകരിക്കുകയും അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുകയും ചെയ്തു. പഞ്ചായത്ത് രൂപീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എല്ലാം കൂടി നമുക്ക് കേന്ദ്രത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കേന്ദ്രത്തിനും സ്റ്റേറ്റിനും പിടിച്ചു നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അധികാരങ്ങൾ വികേന്ദ്രീകരിച്ചു കൊടുത്തു. ഓരോ സ്ഥലത്തെയും സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ ആ നാടിന്റെ വളർച്ചയും ആര് നോക്കണമായിരുന്നു? പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് തുടങ്ങാൻ പോവുമായിരുന്നു. അതുകൊണ്ട് പഞ്ചായത്തുകൾ രൂപീകരിക്കുകയും അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുകയും ചെയ്തു. ഓക്കെ, ഈ 3ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു. പ്ലാൻ ഹോളിഡേ, HRA. ഈ പഞ്ചവത്സര പദ്ധതികൾക്കിടയിൽ വരുന്ന ഗ്യാപ്പുകളാണെന്ത്? HRA. ഒന്ന് പ്ലാൻ ഹോളിഡേ, റോളിംഗ് പ്ലാൻ, ആനുവൽ പ്ലാൻ. എന്താണ് പ്ലാൻ ഹോളിഡേ? ആദ്യം നമുക്ക് ഹോളിഡേ ആണല്ലോ വരിക. അപ്പോൾ നമ്മൾ കിടന്ന് ഉരുളും അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങും, നമ്മളായിട്ടുള്ള റിലാക്സേഷൻ ടൈമൊക്കെ. ഹോളിഡേ ആണ്, റിലാക്സേഷൻ ആണ്. പിന്നെ ആനുവൽ പ്ലാൻ ആണ്. നമുക്ക് കുറച്ച് പ്ലാനുകളൊക്കെ അവസാനത്തേക്കാണ് നമ്മൾ വെക്കുക, നമുക്കൊരു ഹോളിഡേ ഉണ്ടെങ്കിൽ. അപ്പം പ്ലാൻ ഹോളിഡേ, റോളിംഗ് പ്ലാൻ, ലാസ്റ്റ് വരുന്നത് ആനുവൽ പ്ലാൻ. ഇതാണ് പഞ്ചവത്സര പദ്ധതിയിൽ വരുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പുകൾ. 3-2-2 എന്ന കോഡും കൂടി ഓർത്ത് വെച്ചേക്കുക. കാരണം എന്താ? 3ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷമാണ് പ്ലാൻ ഹോളിഡേ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ്, 2 പദ്ധതി കഴിഞ്ഞിട്ടാണ് റോളിംഗ് പ്ലാൻ വരുന്നത്. അതിനുശേഷം 2 പദ്ധതി കഴിഞ്ഞിട്ടാണ് ആനുവൽ പ്ലാൻ വരുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാൻ ഹോളിഡേ 3 പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ ശേഷം ആദ്യം വന്നത് പ്ലാൻ ഹോളിഡേ ആണ്. എന്താണ് പ്ലാൻ ഹോളിഡേയുടെ പ്രത്യേകത നോക്കാം. 1966 മുതൽ 69 വരെയാണ് പ്ലാൻ ഹോളിഡേ നടന്നത്. ഇന്ദിരാഗാന്ധിയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. 3 വാർഷിക പദ്ധതികളായിട്ടാണ് പ്ലാൻ ഹോളിഡേ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി കാർഷിക മേഖലയിലെ പ്രതിസന്ധി അവസാനിപ്പിക്കാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമായി കാർഷിക മേഖലയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? പ്രാധാന്യം കൊടുത്തത്. പ്ലാൻ ഹോളിഡേക്ക് പ്രാധാന്യം കൊടുത്തത് 2 ഉണ്ടായിരുന്നു. ഒന്ന് നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ കാർഷിക മേഖലയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. പുത്തൻ കാർഷിക നയങ്ങൾ നടപ്പിലാക്കിയത് ഇവിടെയാണ്. എന്ത്? പുത്തൻ കാർഷിക നയം നമ്മൾ എവിടെ ഇംപ്ലിമെന്റ് ചെയ്തു? പ്ലാൻ ഹോളിഡേയിൽ ഇംപ്ലിമെന്റ് ചെയ്തു പുത്തൻ കാർഷിക നയം. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചു. ഹൈ ഈൽഡിംഗ് വെറൈറ്റി ആയിട്ടുള്ള സീഡുകൾ, വിത്തുകൾ,
അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചു, രാസവളം ഉപയോഗിച്ചു, മണ്ണ് സംരക്ഷണത്തിന് പ്രാധാന്യം നൽകി, ജലസേചനം വികസനം പ്രാപിച്ചു, ജലസേചന പദ്ധതികൾ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അപ്പോൾ 4 കാര്യങ്ങളാണ് കാർഷിക നയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ഹോളിഡേയിൽ ഉപയോഗിച്ചത്. പ്ലാൻ ഹോളിഡേ ആണ് മക്കളെ, ആദ്യം പ്ലാൻ ഹോളിഡേ 4 കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചു. എന്താ, കാർഷിക നയം നടപ്പിലാക്കാൻ വേണ്ടി 4 കാര്യങ്ങൾ. ഒന്ന്, ഹൈ ഈൽഡിംഗ് വെറൈറ്റിയുള്ള വിത്തുകൾ ഉപയോഗിച്ചു, രാസവളങ്ങൾ ഉപയോഗിച്ചു, മണ്ണ് സംരക്ഷണത്തിന് പ്രാധാന്യം നൽകി, ജലസേചന പദ്ധതികൾ വികാസം പ്രാപിച്ചു. അതിനുശേഷം നമുക്ക് വരുന്ന പദ്ധതി ഏതാണെന്നറിയോ? 4ാം പഞ്ചവത്സര പദ്ധതി. ഏതാണ് 4ാം പഞ്ചവത്സര പദ്ധതി? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏതാ കാലയളവ്? 1969. പ്ലാൻ ഹോളിഡേ 66 മുതൽ 69 വരെ എന്ന് പറഞ്ഞു. അപ്പോൾ 69 മുതൽ 74 വരെയാണ് നമുക്ക് 4. കണ്ടോ, 4ാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്നത് എവിടെയാണ്? 4ലാണ് എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പമാണ് കാര്യങ്ങൾ. 4ാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്നത് 74ലാണ് കേട്ടോ. ഈ പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഈ പഞ്ചവത്സര പദ്ധതി സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. എന്തിനാണ് ഊന്നൽ നൽകിയത്? ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന്. സമൂഹത്തിലെ 2 തട്ടിലുള്ള ആൾക്കാർ ഒരിക്കലും വളർന്നു വരരുത്. ഓക്കെ, പാവങ്ങളെന്നും പാവങ്ങളും പണക്കാരെന്നും പണക്കാരും ആ ഒരു രീതിയിലല്ലാണ്ട് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും കൂടി പ്രവർത്തിച്ച 5 ഇയർ പ്ലാൻ ഏതാണ്? 4th 5 ഇയർ പ്ലാൻ ആണ്. ഓക്കെ മക്കൾ, ഇതിന്റെ ആൻസർ 2nd 5 ഇയർ പ്ലാൻ ആണ്. ഞാൻ ഈ പറയുന്നതിന്റെ കൂടെ ഈ ക്വസ്റ്റ്യൻ തന്നെ വെച്ചിട്ട് പറയുന്നതുകൊണ്ടാണ് ഓരോന്നും പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. മെഹൽനോബിസ് മോഡൽ ഏതാണ്? 2nd 5 ഇയർ പ്ലാൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 4th 5 ഇയർ പ്ലാനിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് മുൻതൂക്കം നൽകിയത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് 14 ബാങ്കുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ചു. എന്തിനാണ് നമ്മൾ ദേശസാൽക്കരിച്ചത്? നമ്മൾ പറഞ്ഞല്ലോ, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടത്. 1969 ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നിട്ടുള്ളത്. ഇനി 3ാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ ഗാഡ്ഗിൽ മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഗാഡ്ഗിൽ മോഡൽ പദ്ധതി പിന്തുടർന്ന പഞ്ചവത്സര പദ്ധതിയാണ് 4ാം പഞ്ചവത്സര പദ്ധതി. ഗാഡ്ഗിൽ മോഡൽ പിന്തുടർന്ന പഞ്ചവത്സര പദ്ധതിയാണ് 4ാം പഞ്ചവത്സര പദ്ധതി. ഇനി 1900 ഇതും നമുക്ക് വേണ്ടത്ര രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. 3ാം പഞ്ചവത്സര പദ്ധതി പോലെ തന്നെ വേണ്ടത്ര രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ, 1971 വീണ്ടും യുദ്ധം ഉണ്ടായി. ആരൊക്കെ തമ്മിൽ? ഇന്ത്യയും പാകിസ്ഥാനും. അപ്പോൾ 1962 ഇന്ത്യയും ചൈനയും, 1965 ഇന്ത്യ പാകിസ്ഥാൻ, 1971 വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നു. അത് കാരണം അല്ലെങ്കിൽ അതുപോലെ ബംഗ്ലാദേശിന്റെ രൂപീകരണവും ആ സമയത്ത് നടക്കുന്നത്. അവിടെ നിന്നുള്ള കുടിയേറ്റ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആകെ ഒരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയാണ് 4ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലക്ഷ്യം വെച്ചത് 5.6 ആണെങ്കിൽ നമുക്ക് ആകെ കിട്ടിയത് എത്രയാണ്? 3.3% വളർച്ചയാണ് നമുക്ക് ആ സമയത്ത് കിട്ടിയിട്ടുള്ളത്. ഇനി ഓപ്പറേഷൻ ഫ്ലഡ് നടന്നു. എന്താ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ? പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കാരണം. ആരാണ്? പാൽ ഉൽപാദനം. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 1965 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഉണ്ടാക്കിയത്. അതിന്റെ രൂപീകരണത്തെ തുടർന്നാണ് ഓപ്പറേഷൻ ഫ്ലഡ് ഉണ്ടായത്. ഓപ്പറേഷൻ ഫ്ലഡിന് നേതൃത്വം കൊടുത്തത് വർഗീസ് കുര്യൻ ആണ്. അത് 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓപ്പറേഷൻ ഫ്ലഡ് ഉണ്ടായത്. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഇനി 4th 5 ഇയർ പ്ലാന്റെ മറ്റൊരു ലക്ഷ്യം പറയുന്നത് സാമ്പത്തികമായിട്ടും ഒന്ന് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി സാമ്പത്തികമായിട്ടും സാങ്കേതിക നിക്ഷേപങ്ങളിലും സ്വാശ്രയത്വം നേടുക എന്നതും കൂടി എന്തുണ്ടായിരുന്നു? 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നു. ഇനി 5ാം പഞ്ചവത്സര പദ്ധതി എന്താണ് എന്നുള്ളത് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. 5ാം പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ മെയിൻ ആയിട്ടുള്ള എയിം. ഓക്കെ, മറ്റ് ലക്ഷ്യങ്ങളും കൂടിയുണ്ട്. കാർഷിക വൃദ്ധി, പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്വം നേടുക. കാർഷിക വൃദ്ധിയിലും പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്വം നേടുക എന്നുള്ളതും എന്തിന്റെ പദ്ധതിയാണ് അല്ലെങ്കിൽ എന്തിന്റെ ഉപലക്ഷ്യങ്ങളാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളാണ് കേട്ടോ. ഇനി 5ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ ആണ്. 5ാം പഞ്ചവത്സര പദ്ധതി
എന്ത് ചെയ്തിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളത്. DP ധറാണ് 5ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത്. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഗരീബി ഹഠാവോ, അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ ജോലിക്ക് കൂലി ഭക്ഷണം, ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഫുഡുമായിട്ട് അല്ലെങ്കിൽ ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. 1974 മുതൽ 1978 വരെയാണ് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. നിങ്ങൾ നോക്കിയേ, 74 മുതൽ 78 വരെ എത്ര വർഷങ്ങളുണ്ട്, 4 വർഷമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരു വർഷം ബാക്കിയാണ്. അതായത് പൂർത്തിയാകാത്ത ഒരേ ഒരു പഞ്ചവത്സര പദ്ധതി ഏതാണ്, 5th 5-year പ്ലാൻ ആണ്. 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് പൂർത്തിയാകാത്ത ഒരേ ഒരു പഞ്ചവത്സര പദ്ധതി. ഓക്കെ. കാർഷികോൽപാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പദ്ധതി ആരംഭിച്ചതും 5th പഞ്ചവത്സര പദ്ധതിയിലാണ്. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് എന്ന പദ്ധതി ആരംഭിച്ചതും ഏതിലാണ്, 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇനി ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് പറയാണ്, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാണ്. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം നമ്മൾ കടമെടുത്തത് USSR എന്നാണ് കേട്ടോ. USSRൽ നിന്നാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ കടമെടുത്തിട്ടുള്ളത്, USSRൽ നിന്നാണ്. അതുപോലെ തന്നെ ഏത് വർഷമാണ് ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി ആവിഷ്കരിച്ചത്, 1928ലാണ്. 1928ലാണ് പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായിട്ട് ആവിഷ്കരിച്ചത്. ആരാണ്, ജോസഫ് സ്റ്റാലിൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, പഞ്ചവത്സര പദ്ധതി ആദ്യമായിട്ട് ലോകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. എവിടെ നിന്ന് നമ്മൾ കടമെടുത്ത, USSRൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഇനി സംയോജിത ശിശു വികസന സേവന പദ്ധതി, അതായത് ICDS നിലവിൽ വന്നത് ഏത് വർഷമാണ്, 1975 ഒക്ടോബർ 2-നാണ് ICDS നിലവിൽ വന്നത്. 1975 എന്ന് പറയുമ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ICDS നിലവിൽ വന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ICDS നിലവിൽ വന്നത് മക്കളെ 5ാം പഞ്ചവത്സര പദ്ധതികളാണ്. എന്നാൽ ഈ ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് അംഗനവാടിയുമായിട്ട് കണക്ട് ചെയ്തത് എന്നാണ്, ലിങ്ക് ചെയ്തതെന്നാണ്, 10ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. 5 വർഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 5 പദ്ധതികൾ കഴിഞ്ഞ സമയത്ത് 10ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇത് റെയർ ക്വസ്റ്റ്യൻ ആണ്, നല്ലോണം നോക്കി വെച്ചോളൂ. ICDS നിലവിൽ വന്നത് 5th 5-year പ്ലാനിലായിരുന്നു 1975 ഒക്ടോബർ 2-ന്. എന്നാൽ ഈ 5th 5-year പ്ലാൻ അംഗനവാടിയുമായിട്ട് ലിങ്ക് ചെയ്തത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി ഇന്ദിരാഗാന്ധിയുടെ 20 ദിന പരിപാടികൾ, 20 ഡേയ്സ് പ്ലാൻ, 20 ദിന പരിപാടികൾ കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി 1975ലാണ് 20 ദിന പരിപാടികൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നും കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ. മൊറാർജി ദേശായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോട് കൂടിയിട്ടാണ് എന്ത് നിർത്തിവെച്ചത്, 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തിവെച്ചത്. ഈ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറഞ്ഞേ 94 മുതൽ 1974 മുതൽ 78 വരെയാണ് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഇനി 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ ആദ്യം വന്നിട്ടുള്ളത് റോളിംഗ് പ്ലാൻ ആണ്. എന്താണ് റോളിംഗ് പ്ലാൻ? നമ്മളെ HRA എടുക്കാൻ സമയമായി. HRA ആദ്യം പ്ലാൻ ഹോളിഡേ വന്നു, റോളിംഗ് പ്ലാൻ. കാലയളവ് 1978 മുതൽ 80 വരെ, ആ ഒരു 2 വർഷം. 1978 മുതൽ 80 വരെ 2 വർഷമാണ്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്, ഗുർണർ മിർദാൽ ആണ് ആദ്യമായിട്ട് റോളിംഗ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിച്ചത്. ഈ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് ആണ്. നമുക്ക് നേരെ 6ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോയാലോ. ഇനി നമുക്ക് 6ാം പഞ്ചവത്സര റോളിംഗ് പ്ലാൻ അറിയാലോ, 78 മുതൽ 80 വരെയാണ്. ഇനി നമ്മൾ 6ാം പഞ്ചവത്സര പദ്ധതിയാണ് നോക്കുന്നത്. എന്താണ് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത? 1980 മുതൽ 85 വരെയാണ് എന്ത്, 6ാമത്തെ പഞ്ചവത്സര പദ്ധതി. ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെ. കാരണം 5ാം പഞ്ചവത്സര പദ്ധതി നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യം വെച്ചത്. അതിനെ തൂങ്ങിയിട്ട് അല്ലെങ്കിൽ അതിന്റെ തുടക്കം അല്ലെങ്കിൽ അതിന്റെ തുടർച്ച എന്നോണം തന്നെയാണ് 6ാം പഞ്ചവത്സര പദ്ധതിയും പോകുന്നത്. മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയായിരുന്നു. പ്രധാന ഉപലക്ഷ്യങ്ങളും കൂടി നോക്കാം. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. നമ്മളിങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു തുടങ്ങിയ സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായി, നമ്മൾ അടിസ്ഥാനമായിട്ട് തന്നെ തുടങ്ങുമ്പോൾ അതിൽ ഏറ്റവും ബേസിൽ തന്നെ തുടങ്ങണം. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലായി. അതുവഴി ദേശീയ വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കണം, സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കണം. നമ്മുടേതായിട്ടുള്ള സാങ്കേതിക വിദ്യകളിൽ ഊന്നിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാൻ നമുക്ക് മനസ്സിലായി. ഇനി ജനസംഖ്യ വളർച്ച തടയാൻ കുടുംബാസൂത്രണം ശക്തമാക്കുകയും ഏക ശിശു സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്തു. കുടുംബാസൂത്രണം നമ്മൾ പറഞ്ഞു 1ാം പഞ്ചവത്സര പദ്ധതിയിലാണ് നമ്മൾ നടത്തിയത്. എന്നാൽ ആ കുടുംബാസൂത്രണം എന്ത് ചെയ്തു,
ശക്തമാക്കി കുടുംബാസൂത്രണം നമ്മൾ എന്ത് ചെയ്തു? ശക്തമാക്കി, കുടുംബാസൂത്രണം ശക്തമാക്കി. ഏകശിശു സമ്പ്രദായം, എന്താണ് ഏകശിശു സമ്പ്രദായം? ഏകശിശു സമ്പ്രദായം നമ്മൾ കൊണ്ടുവന്നു. ഏകശിശു സമ്പ്രദായം ഏതില്? ആറാം പഞ്ചവത്സര പദ്ധതിയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? കുടുംബാസൂത്രണം ശക്തമാക്കി, ഏകശിശു സമ്പ്രദായം വർദ്ധിപ്പിച്ചു. ഓക്കെ, അല്ലെങ്കിൽ നടപ്പിലാക്കി. വില നിയന്ത്രണം ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വില നിയന്ത്രണം ഒഴിവാക്കി സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചു. 6th 5 year പ്ലാനിലാണ് ഉദാരവൽക്കരണം തുടക്കം കുറിച്ചത്. 5.2% വളർച്ച നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ നമുക്ക് കിട്ടിയത് എത്രയാണെന്ന് അറിയോ? 5.6%. അവിടെ ഒരു നേരിയ പുരോഗതി ഉണ്ട് കേട്ടോ. 5.6% വളർച്ച നമ്മൾ നേടി. അതുപോലെ തന്നെ ഉദാരവൽക്കരണം നമ്മൾ പറഞ്ഞല്ലോ. ഉദാരവൽക്കരണത്തിന് നമുക്ക് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ ആരുടെ നേതൃത്വത്തിലാണ്? 1985 രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചത്. രാജീവ് ഗാന്ധി ആറാമത്തെ പദ്ധതി, രാജീവ് ഗാന്ധി 6th 5 year പ്ലാനിലാണ് ഉദാരവൽക്കരണം തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്തും കൂടി നടപ്പിലാക്കിയിട്ടുണ്ട്? സാങ്കേതിക വിദ്യയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. സാങ്കേതിക വിദ്യ വളരാനും സഹായിച്ചിട്ടുള്ളത് ആരാണ്? രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 6ാം പഞ്ചവത്സര പദ്ധതി ഒന്നുകൂടി പറയാം. എന്തൊക്കെ വേണം? കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, ദേശീയ വരുമാനം വർദ്ധിപ്പിക്കൽ, സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കൽ, വില നിയന്ത്രണം ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചു. ഏത് കാലഘട്ടത്തിൽ? രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ. ഓക്കെ, ഇനി നമ്മൾ 7ാം പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. 7ാം പഞ്ചവത്സര പദ്ധതി 7th 5 year പ്ലാൻ. ഓക്കെ, 7th 5 year കാലഘട്ടം നോക്കിയാലോ? 85 മുതൽ 90 വരെയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. 85 മുതൽ 90 വരെ. ഇനി എന്തൊക്കെയാ ലക്ഷ്യങ്ങൾ? തൊഴിലില്ലായ്മ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യണം, ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കണം, ആധുനികവൽക്കരണം കൊണ്ടുവരണം. നേരത്തെ നമ്മൾ ഉദാരവൽക്കരണം കൊണ്ടുവന്നു, അതിന്റെ തുടർന്നിട്ടാണ് ആധുനികവൽക്കരണം കൊണ്ടുവരാൻ വന്നത്. ഓക്കെ, അതിനുശേഷം സാമൂഹിക നീതി നടപ്പിലാക്കണം. എന്താണ്? സാമൂഹിക നീതി നടപ്പിലാക്കണം. ഒന്നുകൂടി ഓർത്ത് നോക്കിയേ. തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം ചെയ്തു. നമ്മൾ ദാരിദ്ര്യത്തിന് ഏകദേശം ഒരു സെറ്റാക്കി കൊണ്ടുവരുന്നുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൊണ്ടുവരുന്നുണ്ട്. ദേശീയ വരുമാനം ഉയർത്താൻ വേണ്ടിയിട്ട് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 7ാം പഞ്ചവത്സര പദ്ധതി എത്തിയ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? തൊഴിലില്ലായ്മ ഇനി കുറയ്ക്കണം, ഭക്ഷ്യോൽപാദനം കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം, ആധുനികവൽക്കരണം ചെയ്യണം, സാമൂഹിക നീതി ഉറപ്പുവരുത്തണം. ഇന്ത്യയുടെ പ്രഥമ സമഗ്ര വീക്ഷണ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണേ. പ്രഥമ സമഗ്ര വീക്ഷണ പദ്ധതി, സമഗ്ര വീക്ഷണ പദ്ധതി. ഈ സമഗ്ര വീക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 7th സാമ്യം തോന്നണം. എന്താണ്? സമഗ്ര വീക്ഷണം, അത് 7th സാമ്യം തോന്നണം. സമഗ്ര വീക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് 7th എന്ത് ചെയ്യണം? ഒരു സാമ്യം തോന്നണം. അപ്പോൾ സമഗ്ര വീക്ഷണ പദ്ധതി എന്നറിയപ്പെടുന്നത് 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ തന്നെ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഏത് പദ്ധതിയിൽ? 7ാം പഞ്ചവത്സര പദ്ധതിയിൽ. അതുകൊണ്ട് എന്ത് ചെയ്തു? കുറച്ചും കൂടി വളർച്ച വർദ്ധിച്ചു. ഓക്കെ, പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ കഴിഞ്ഞത് വളർച്ച വർദ്ധിപ്പിച്ചു. നമ്മൾ 5% വളർച്ച പ്രതീക്ഷിച്ചതെങ്കിൽ നമുക്കിവിടെ 6.1% വളർച്ച കിട്ടി. അപ്പം ഒരു 6ാം പഞ്ചവത്സര പദ്ധതി കാലം മുതൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 3ലും 4ലും നമ്മൾ നേടിയിട്ടുള്ള സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച നമുക്ക് ഏറെക്കുറെ നിരാകരിക്കാനായി, അല്ലെങ്കിൽ ഏറെക്കുറെ നമുക്ക് എന്ത് ചെയ്യും? മറികടക്കാൻ സാധിച്ചു. അപ്പോൾ 6ാം പഞ്ചവത്സര പദ്ധതി മുതൽ നമുക്ക് നേരിയ വളർച്ച, കാരണം സാങ്കേതിക വിദ്യയ്ക്ക് 6ൽ എന്ത് ചെയ്തിട്ടുണ്ട്? തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പം 6 മുതൽ നമുക്ക് നേരിയ വളർച്ചകൾ നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. 5% നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ നമുക്ക് 6.1% എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വളർച്ച നമുക്ക് നേടിയിട്ടുണ്ടായിരുന്നു. 7ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വാർത്താവിനിമയ പുരോഗതിക്ക് തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും നേതൃത്വം നൽകിയത് സാം പിത്രോഡയുമായിരുന്നു. അതുപോലെ തന്നെ വാർത്താ വിനിമയ പുരോഗതിക്ക് തുടക്കം കുറിച്ചത് 7ലാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. സമഗ്ര
പ്രഥമ സമഗ്ര വീക്ഷണ പദ്ധതി ഏതാണ്? 7ാം പഞ്ചവത്സര പദ്ധതിയാണ് പ്രഥമ സമഗ്ര വീക്ഷണ പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. ഒന്നും കൂടി നോക്കിക്കോ. തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം ചെയ്യുക, ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക, ആധുനികവൽക്കരണം നടപ്പിലാക്കുക, സാമൂഹിക നീതി കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രഥമ സമഗ്ര വീക്ഷണ പദ്ധതി എന്നറിയപ്പെടുന്നത് 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. 7ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ വാർത്താവിനിമയ പുരോഗതിക്ക് തുടക്കം കുറിച്ചു. ഓക്കെ, ആര്? രാജീവ് ഗാന്ധിയും അതിന് നേതൃത്വം നൽകിയതാരാണ്? സാം പിത്രോഡയും ആയിരുന്നു. ഇനി 7ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം 90 മുതൽ 92 കാലഘട്ടം വരെ നമ്മൾ ആനുവൽ പ്ലാൻ, അതായത് വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത്. 90 മുതൽ 92 കാലഘട്ടം വരെ നമ്മൾ എന്ത് ചെയ്തു? വാർഷിക പദ്ധതികൾ നടപ്പിലാക്കി, അല്ലെങ്കിൽ ആനുവൽ പ്ലാൻ നടപ്പിലാക്കി. 90 മുതൽ 92 വരെ വാർഷിക പദ്ധതികൾ നടപ്പിലാക്കി. 91 വിദേശ നാണ്യത്തിൽ വന്ന കുറവ് കാരണം സാമ്പത്തിക തകർച്ചയുണ്ടാവുകയും അതിൽ നിന്നും കരകയറാൻ പുത്തൻ സാമ്പത്തിക നയം രൂപീകരിച്ചു. പുത്തൻ സാമ്പത്തിക നയം 91 രൂപീകരിച്ചെങ്കിലും അത് നടപ്പിലാക്കിയത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 92 മുതലാണ് നടപ്പിലാക്കിക്കൊണ്ടത്. സാമ്പത്തിക നയം, അതായത് പുത്തൻ സാമ്പത്തിക നയം നമ്മൾ 91 രൂപീകരിച്ചെങ്കിലും അത് നടപ്പിലാക്കിയത് 92 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? സാമ്പത്തിക നയം, പുത്തൻ സാമ്പത്തിക നയം നമ്മൾ നടപ്പിലാക്കിയത്. ഓക്കെ, ഇനി 8ാം പഞ്ചവത്സര പദ്ധതിയെ പറ്റി നോക്കാം. 8ാം പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. 8ാം പഞ്ചവത്സര പദ്ധതി, 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 92 മുതൽ 97 വരെയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. ആനുവൽ പ്ലാൻ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു പുത്തൻ സാമ്പത്തിക നയം 91 സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ നടപ്പിലാക്കിയത് 8ാം പഞ്ചവത്സര പദ്ധതി മുതലാണ്. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. റാവു മൻമോഹൻ 8 മൻമോഹൻ റാവു മൻമോഹൻ 8ലാണ് 8ാം പഞ്ചവത്സര പദ്ധതിയാണ് അറിയപ്പെടുന്നത്. ലക്ഷ്യം മാനവ വിഭവശേഷി വികസനം. മാനവ വിഭവശേഷി വികസനം ഏതാണ്? 8ലാണ്. മാനവ വിഭവശേഷി വികസനം 8ലാണ്. നിരക്ഷരതാ നിർമ്മാർജ്ജനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയൊക്കെ കൊണ്ടുവന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇതിൽ തന്നെ ജനസംഖ്യാ നിയന്ത്രണമുണ്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജനമുണ്ട്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലുണ്ട്, അടിസ്ഥാന സൗകര്യ വികസനമുണ്ട്, വിനോദസഞ്ചാര വികസനമുണ്ട്, പുത്തൻ സാമ്പത്തിക പരിഷ്കരണം. ഏതൊക്കെയാ? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ നടപ്പിലാക്കിയിട്ടുണ്ട്. പുത്തൻ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ പിതാവ്, ഇത് ചോദിക്കും കേട്ടോ. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ പിതാവ് എന്നുള്ളത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. മൻമോഹൻ സിംഗ് ആണ് അവർ പിതാവായിട്ട് ഓപ്ഷൻസ് തരിക. പക്ഷേ PV നരസിംഹറാവു ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. പുത്തൻ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ പിതാവ്, പുത്തൻ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ പിതാവ്, പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് ആരാണ്? PV നരസിംഹറാവു ആണെന്ത്? പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് അല്ലെങ്കിൽ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ പിതാവ്. പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകിയത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾക്ക് ഭരണഘടനാപരമായ സാധുത നൽകിയത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 8ലാണ് ഭരണഘടനാപരമായ സാധുത നൽകിയത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ മെയിൻ ആയിട്ടും 8ാം പഞ്ചവത്സര പദ്ധതി റാവു മൻമോഹൻ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. 92 മുതൽ 97 കാലഘട്ടത്തിലാണ് നടന്നത്. മാനവ വിഭവശേഷി വികസനമാണ് മെയിൻ ആയിട്ടും ലക്ഷ്യം വെക്കുന്നത്. ഇതിലാണ് പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കരണം നടപ്പിലാക്കിയത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആനുവൽ പ്ലാനിൽ പുത്തൻ സാമ്പത്തിക നയം രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും നടപ്പിലാക്കിയത് 92ലാണ് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾക്ക് ഭരണഘടനാപരമായ സാധുത നൽകിയത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സാധുത നൽകിയത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ശേഷം 9ാം പഞ്ചവത്സര പദ്ധതി നോക്കാം. 9ാം പഞ്ചവത്സര പദ്ധതി 9th 5-year പ്ലാൻ. 9ാം പഞ്ചവത്സര പദ്ധതി എന്ത് ചെയ്യാം നോക്കാം. ഏതാ കാലഘട്ടം? പറഞ്ഞ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 97 മുതൽ 2002 വരെ. 97 മുതൽ 2002 വരെയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ലക്ഷ്യം ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം, സ്ത്രീ ശാക്തീകരണം, സാമ്പത്തിക വളർച്ച. എന്തൊക്കെയാണ്? മാനവശേഷി വികസനം അല്ലെങ്കിൽ മാനവ വിഭവശേഷി വികസനം 8ലായിരുന്നെങ്കിൽ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും സ്ത്രീ ശാക്തീകരണവും സാമ്പത്തിക വളർച്ചയും ഏതിന്റെ ലക്ഷ്യങ്ങളാണ്?
9th 5 ഇയർ പ്ലാനിന്റെ ലക്ഷ്യങ്ങളാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, പോഷകാഹാരക്കുറവ് പരിഹരിക്കുക, അടിസ്ഥാന പാർപ്പിട സൗകര്യം ഒരുക്കുക, പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾ നൽകുക, സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ഉന്നമനം ലക്ഷ്യമിട്ട് ഒരുപാട് ക്ഷേമ പദ്ധതികൾ. ഈ ക്ഷേമ പദ്ധതികൾ അധികവും കൊണ്ടുവന്നിട്ടുള്ളത്, അതായത് ഗ്രാമീണ തലത്തിലും സ്ത്രീകളുടെ തലത്തിലും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ക്ഷേമ പദ്ധതികൾ, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനം, ഇതൊക്കെ 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഓക്കെ, വികേന്ദ്രീകൃത ആസൂത്രണം കൊണ്ടുവന്നതും 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലിയിൽ ആരംഭിച്ച 50ാം വാർഷികം ആഘോഷിച്ചതും ഏതിലാണ്? 9th-ലാണ്. 50ാം വാർഷികം ആഘോഷിച്ചതും 9th-ലാണ്. ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം ഇന്ത്യയിൽ നടന്നത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഹൈഡ്രജൻ ബോംബ് 9th-ലാണ് നടന്നത് കേട്ടോ. 9th-ലാണ് ഹൈഡ്രജൻ ബോംബ് കൊണ്ടുവന്നിട്ടുള്ളത്. ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടന്നിട്ടുള്ളത്. കേരളത്തിൽ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയത് 9ാം പഞ്ചവത്സര പദ്ധതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ എന്ത് ചെയ്തു? ജനകീയ ആസൂത്രണം നടന്നു. കേരളത്തിൽ ജനകീയ ആസൂത്രണം വന്നു. കേരളത്തിൽ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ്. കേരളത്തിൽ ജനകീയ ആസൂത്രണം 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി നമുക്ക് 10ാം പഞ്ചവത്സര പദ്ധതി എന്താന്ന് നോക്കാം. എന്താണ് 10ാം പഞ്ചവത്സര പദ്ധതി? കാലഘട്ടം ഒന്ന് പറഞ്ഞു നോക്കിയേ. 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെയാണ് എന്ത്? 10ാം പഞ്ചവത്സര പദ്ധതി. 2002 മുതൽ 2007 വരെയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. മെയിൻ ആയിട്ടുള്ള എയിം മൂലധന നിക്ഷേപം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ദരിദ്രരുടെ എണ്ണം കുറയ്ക്കുക. സ്ത്രീ പുരുഷ അനുപാതത്തിലും സ്ത്രീ പുരുഷ സാക്ഷരതയിലും അന്തരം ഒഴിവാക്കുക. കേരള മോഡൽ എന്നറിയപ്പെടുന്നു. കേരള മോഡൽ എന്താണ്? കേരള മോഡൽ എന്നറിയപ്പെടുന്നു. കേരള മോഡൽ വികസന പദ്ധതി മെയിനായിട്ടും അറിയപ്പെടുന്നത് കുടുംബശ്രീ. എന്താണ്? കുടുംബശ്രീ. കേരള മോഡൽ വികസനം അല്ലെങ്കിൽ കുടുംബശ്രീ എന്നറിയപ്പെടുന്ന പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിൽ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടിയ ആഭ്യന്തര വളർച്ച രേഖപ്പെടുത്തിയത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിൽ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടിയ ആഭ്യന്തര വളർച്ച, മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര വളർച്ച നടന്നത് എന്നാണ്? 10ാം പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ്. ഏറ്റവും കൂടുതൽ ആഭ്യന്തര വളർച്ച, മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര വളർച്ച നടന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ എന്നിവയ്ക്ക് തുടക്കം കുറിച്ചത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ്. 2 പദ്ധതികൾ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ എന്നിവയ്ക്ക് തുടക്കം കുറിച്ചത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി അടുത്തത് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്താണ്? ഇൻക്ലൂസീവ് ഗ്രോത്ത് ഏതിലാണ്? 11ാം പഞ്ചവത്സര പദ്ധതിയിലാണെന്ത്? ഇൻക്ലൂസീവ് ഗ്രോത്ത്. അതായത് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം നടത്തിയത് എവിടെയാണ്? 11ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇനി 11ാം പഞ്ചവത്സര പദ്ധതിയിൽ കൈവരിച്ച വളർച്ചാ നിരക്ക് 8%. 8% വളർച്ചാ നിരക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൈവരിച്ചിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ കൈവരിച്ചിട്ടുള്ളത് 11ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഓക്കെ, ഇനി നമ്മൾ 12ാം പഞ്ചവത്സര പദ്ധതിനെ പറ്റിയിട്ട് പറയാണ്. സുസ്ഥിര വികസനം. ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണെങ്കിൽ അല്ലെങ്കിൽ സമഗ്ര വികസനം അല്ലെങ്കിൽ എന്താ പറയുക, മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം അങ്ങനെ പറയുകയാണെങ്കിൽ, ഇൻക്ലൂസീവ് എന്ന് പറയുകയാണെങ്കിൽ അത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്നാൽ സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണെങ്കിൽ, സുസ്ഥിരമായ വികസനം, അതായത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ചായ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള ചായവില്ല, ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് പോലെ സുസ്ഥിരമായിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നത് 12ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. സുസ്ഥിര വികസനം ഏത് മോഡലാണ്? അപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സുസ്ഥിര വികസനം നടക്കുന്നത്. 2012 മുതൽ 2017 വരെയാണ് എന്ത്? 12ാം പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ സുസ്ഥിര വികസനം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ.
ഈ ചോദ്യം ഓർത്ത് വെച്ചേക്കണേ. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഡ്യൂറിംഗ് വിച്ച് 5-year പ്ലാൻ? നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഡ്യൂറിംഗ് വിച്ച് 5-year പ്ലാൻ? 7th 5-year പ്ലാനിലാണ് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഡ്യൂറിംഗ് വിച്ച് 5-year പ്ലാൻ? ഏത് 5-year പ്ലാനിലാണ്? 7th 5-year പ്ലാനിലാണ് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 7th 5-year പ്ലാൻ നടക്കുന്ന കാലഘട്ടം 1985 മുതൽ 90 വരെ. 85 മുതൽ 90 വരെയാണ് 7th 5-year പ്ലാൻ. രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രി. എന്തൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ? ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വാർത്താവിനിമയ സാധ്യത കൂടുതൽ ഉപയോഗിക്കുക, വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവാരായിരുന്നു? സാം പിത്രോഡയായിരുന്നു. ഓക്കെ, ഇനി 2 പദ്ധതികൾ NREP, RLEGP ഇത് രണ്ടും യോജിച്ച് JRY എന്താണ് ജവഹർ റോസ്ഗർ യോജനയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്തു. ഏത് വർഷം? 1989 ഏപ്രിൽ 1. ഏതൊക്കെ പദ്ധതികൾ ഏതിലാ ചെയ്തത്? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഏതിൽ ലയിച്ചു? ജവഹർ റോസ്ഗർ യോജന. ജവഹർ റോസ്ഗർ യോജന ഏത് വർഷം? 1989 ഏപ്രിൽ 1. അപ്പോൾ അത് 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അങ്ങനെ എന്ത് ചെയ്തിട്ടുള്ളത്? ലയിപ്പിച്ചിട്ടുള്ളത് എന്ന് ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം, 1955 ഭീലായ് സ്റ്റീൽ പ്ലാന്റ് ഏതു രാജ്യത്തിന്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് സ്ഥാപിതമായിട്ടുള്ളത്? സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ. സോവിയറ്റ് യൂണിയന്റെയും സഹായത്തോടു കൂടിയിട്ടാണ് ഭീലായ് സ്റ്റീൽ പ്ലാന്റ് നിലവിൽ വന്നത്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഭീലായ്. 1955 ഭീലായ് സ്റ്റീൽ പ്ലാന്റ് നിലവിൽ വന്നത്. ഭീലായ് മാത്രമാണോ? ദുർഗാപൂരും റൂർക്കേല, ഭീലായ് എന്നിവർ നിലവിൽ വന്നത് 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. ഭീലായിക്ക് ആരാണ്? റഷ്യയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റിന് ഏത് രാജ്യമാണ് സഹായം നൽകിയത്? ബ്രിട്ടനാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റിന് സഹായം നൽകിയിട്ടുണ്ടെന്ന്. റൂർക്കേലയാണെങ്കിലോ ജർമ്മനിയാണ് സഹായം നൽകിയിട്ടുണ്ടായിരുന്നത്. ഭീലായി നമ്മൾ പറഞ്ഞു ആരാണ്? സോവിയറ്റ് യൂണിയനാണ് സഹായമായിട്ട് നൽകിയത്. ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ വിച്ച് 5-year പ്ലാൻ വാസ് AAY അന്ത്യോദയ അന്ന യോജന ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ? അന്ത്യോദയ അന്ന യോജന 9ാമത്തെ 5-year പ്ലാനിലാണ് അന്ത്യോദയ അന്ന യോജന നിലവിൽ വന്നത്. മറക്കല്ലേ, AAY അന്ത്യോദയ അന്ന യോജന ഏത് 5-year പ്ലാനിലാണ് വന്നത്? 9ാമത്തെ 5-year പ്ലാനിലാണ് അന്ത്യോദയ അന്ന യോജന നിലവിൽ വന്നത്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് അടുത്ത ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950 1950 മാർച്ച് 15 ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹൽനോബിസ് ആണ്. പിതാവാണെങ്കിലോ വിശ്വേശ്വരയ്യാണ് അല്ലേ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മഹൽനോബിസ് ആണ്. ആണോ? ആരാണ് തയ്യാറാക്കിയത്? KN രാജാണ്. അപ്പൊ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. KN രാജാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടത്തിന്റെ കാലയളവ്. ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത്. 60കളും 70കളുമാണ്. 60 മുതൽ 70 വരെയുള്ളതാണ് ആദ്യത്തെ കാലഘട്ടം. 2ാം കാലഘട്ടം എന്ന് പറഞ്ഞാൽ 70 മുതൽ 80 വരെയാണ്. കാരണം 3ാം കാലഘട്ടത്തിലാണല്ലോ നമുക്ക് യുദ്ധങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അടുത്ത വർഷങ്ങളിൽ, അതായത് 70 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് 2ാം ഘട്ടമായിട്ട് ഹരിത വിപ്ലവത്തിന്റെ കാലഘട്ടം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കാം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ 2ാം കാലഘട്ടം 70കൾ മുതൽ 80 വരെയുള്ളതായിരുന്നു. ഓക്കെ, വേറൊരു ചോദ്യം നോക്കാമേ. ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏതു പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്? ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏത് പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്? ഏത് പേരിലാണ്? ഹരിത വിപ്ലവം എന്ന പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഹരിത വിപ്ലവം എന്ന പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്.
ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത്? ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത്? 7ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത്. 7ാം പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ് മനുഷ്യ മൂലധനത്തിന്റെ അല്ലെങ്കിൽ മാനുഷിക മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത്. 7ാം പഞ്ചവത്സര പദ്ധതി കാലം. അടുത്തൊരു ചോദ്യം നോക്കാമേ. താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിലുള്ള വളർച്ച, GDP-യുടെ വളർച്ച ശരിയാണ്. അടുത്തത് സ്വാശ്രയത്വം, അതും ശരിയാണ്. 1ഉം 2ഉമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഭൂപരിഷ്കരണവും ആഗോളവൽക്കരണമല്ല, ആധുനികവൽക്കരണവും സമത്വവുമാണ് അടുത്തത്. എന്തൊക്കെയാണ് ആധുനികവൽക്കരണം? ആധുനികവൽക്കരണവും സമത്വവും ഇതാണ് മറ്റ് 2 ആശയങ്ങൾ. ഏതൊക്കെയാണ് അപ്പോൾ? GDP-യിലുള്ള ഗ്രോത്ത്, അതായത് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുള്ള വളർച്ച, സ്വാശ്രയത്വം, സമത്വം, ആധുനികവൽക്കരണം. ആഗോളവൽക്കരണം അല്ല, ആധുനികവൽക്കരണമാണ് എന്ത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ 4 ലക്ഷ്യങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കാം. ഹരിത വിപ്ലവത്തിൽ 1ാം ഘട്ടം ആന്ധ്ര, പഞ്ചാബ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടു. ശരിയാണ്. ആദ്യമായിട്ട് ഇന്ത്യ ഒട്ടാകെ ഹരിത വിപ്ലവം ഉണ്ടായിട്ടില്ല. ചില സെലക്റ്റഡ് ആയിട്ടുള്ള കേന്ദ്രങ്ങളിൽ മാത്രം, അതായത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം ഉണ്ടായിട്ടുള്ളത് ആന്ധ്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായിരുന്നു. ഉയർന്ന ഉൽപ്പാദനം കമ്പോള മിച്ചത്തിന് ഇടയാക്കി. അതായത് വിറ്റഴിച്ചതിന് ശേഷവും സാധനം നമ്മുടെ കയ്യിൽ ബാക്കി വന്നു. അത് അടുത്ത വർഷത്തേക്കുള്ള വിത്തിനങ്ങളായിട്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ചെയ്തത്. നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്തു കഴിഞ്ഞു, നമ്മൾ വിറ്റ് കഴിഞ്ഞു, എന്നിട്ടും ബാക്കി മിച്ചം വന്നതാണ് എന്ത് കമ്പോള മിച്ചം എന്ന് പറയുക. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത വർഷത്തേക്ക്, വരും വർഷത്തേക്ക് നമുക്ക് കരുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി അത്യുൽപാദന ശേഷിയുള്ള വിത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗം കാർഷിക രംഗത്ത് ഉണ്ടായി. അതും ശരിയാണ്. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഈ 3ഉം എന്താണ്? ശരിയായിട്ടുള്ള കാര്യമാണ്. എന്തുമായി ബന്ധപ്പെട്ട്? ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അടുത്തൊരു ചോദ്യം നോക്കണം. ഇൻ വിച്ച് 5-year പ്ലാൻ ഇന്ത്യ ഓപ്റ്റഡ് മിക്സഡ് എക്കണോമി? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം. 2ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ മിക്സഡ് എന്ത് ചെയ്തിട്ടുള്ളത്? എക്കണോമി ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് മറക്കരുതേ, തെറ്റുപോവുകയും ചെയ്യരുത്, ഓർത്ത് വെച്ചേക്കണം. ഇന്ത്യ മിക്സഡ് എക്കണോമി ഫോളോ ചെയ്തത് അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്തത് 2ാം പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വന്നിരിക്കുന്നത് കണ്ടോ? 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഇനി 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? വളരെ ഈസിയാണ്. 12-ൽ തുടങ്ങി 17-ൽ അവസാനിക്കുന്നു. 12ാം പഞ്ചവത്സര പദ്ധതി 12-ൽ തുടങ്ങി 17-ൽ അവസാനിക്കുന്നു. സുസ്ഥിര വികസനം അല്ലേ? സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത്, സുസ്ഥിര വികസനം 12 മുതൽ 17 വരെ, 2012 മുതൽ 17 വരെയാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ എക്സാം വളരെ 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 അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ടെൻഷൻ വേണ്ട, പേടി വേണ്ട, ബേജാറാവേണ്ട. നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രം മതി. നിങ്ങളോട് ചിലപ്പോൾ ഞാൻ ഇതൊക്കെ പറയും, എന്നിട്ട് ഞാൻ തന്നെ ഇരുന്ന് മൂങ്ങും, അത് വേറെ കാര്യം. എന്നാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത് നമുക്കുള്ള എക്സാമാണ്, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് ഈ വരുന്ന ഡിഗ്രി പ്രിലിംസ് 2024. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.